സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്മോൾ റെസിപ്പിയാണ്, ചിക്കൻ വിന്താലു. ഇതൊരു ഗോവൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. തമിഴ്നാട്ടിലോട്ടും ഇത് കുറച്ചൊരു അല്പം വ്യത്യാസം വരുത്തിയിട്ട് ചിക്കൻ വിന്താലു ഉണ്ടാക്കാറുണ്ട്. അപ്പം ചിക്കൻ വിന്താലു എന്നുള്ള പേര് കേൾക്കുമ്പോൾ അതിൽ ആലു, അതായത് പൊട്ടറ്റോ ഇടുന്നുള്ള ആ ഒരു ഇത് കൊണ്ടല്ല ആക്ച്വലി ഇത് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. ചിക്കൻ വിന്താലു ഒരല്പം ടൈറ്റ് തിക്കായിട്ടുള്ള ഗ്രേവിയിൽ വളരെ ടേസ്റ്റി ആയിട്ട്, കുറച്ച് പുളിയും കുറച്ച് മധുരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രേവിയിൽ വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മളുടെ ഗോവൻ സ്പെഷ്യൽ ചിക്കൻ വിന്താലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ്, ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ എല്ലാ മസാലകളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പൊടിച്ചെടുക്കാറ്. ഈ കറിയിൽ നമ്മൾ ഒരു കാര്യവും ഡ്രൈ റോസ്റ്റ് ചെയ്യില്ല. ഒറിജിനൽ റെസിപ്പിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. പലരും ചിക്കൻ വിന്താലു ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയും ചിലർ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക്. ഇത് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം പൊടിച്ചെടുക്കണ്ടേ. ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, 4 അല്ലെങ്കിൽ 5 കറിയാമ്പൂ, ഒരു മീഡിയം സൈസ് പീസ് കറുവപ്പട്ട, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 2-3 നമ്മളുടെ ഗ്രീൻ കാർഡമം, ഏലക്ക. അതിൻ്റെ കുരു മാത്രം പൊളിച്ചെടുക്കുകയാണ് ഞാൻ, അതിൻ്റെ കവറ് എടുക്കണില്ല. ഇത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലകളെല്ലാം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണേലും എടുക്കാം. പലർക്കും പല ടേസ്റ്റാണ് ഇഷ്ടം. നമ്മളപ്പം ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒറിജിനാലിറ്റിയിൽ ഉണ്ടാക്കേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരി റെഡ് ചില്ലി പൗഡറും ആഡ് ചെയ്യാം, മുളകും ആഡ് ചെയ്യാം. കശ്മീരി റെഡ് ചില്ലി മുളകാണ്, ഓൾ ചില്ലിയാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, പൊടിക്കാത്ത മുളക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 കശ്മീരി ചില്ലി, അതായത് കശ്മീരി മുളക്, പിരിയൻ മുളക്, വലിയ മുളക്, അതും എരിവിന് വേണ്ടി ഒരു 3-4 നല്ല എരിവുള്ള മുളകും കൂടെ ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കശ്മീരി റെഡ് ചില്ലിയാണ്, അപ്പം ഒരുപാട് എരിവില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. ഇതിന് ഒട്ടും എരിവില്ല, കളറേ ഉള്ളൂ, വലിയ എരിവില്ല. ഒരു നുള്ള മഞ്ഞൾ, സാധാരണ ചിക്കന് ചേർക്കുന്ന പോലെ ഒത്തിരി മല്ലി ചേർക്കാറില്ല. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത മല്ലിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മല്ലി പൊടിക്കാത്തത് ചേർക്കാം. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡ്രൈ റോസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടില്ലേ, ഇത് പൊടിച്ചെടുക്കാൻ പിന്നെ ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു. നല്ല കളറാണ് ഇത് കേട്ടോ മസാലയ്ക്ക്. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറാണ് ഈ കറിക്ക്. അതാണ് സ്പെഷ്യലി കശ്മീരി ചില്ലി മാത്രം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. എരിവിന് വേണ്ടി മറ്റേ മുളക് അല്പം ചേർക്കാം, പക്ഷേ കശ്മീരി ചില്ലി മസ്റ്റാണ്. അപ്പോൾ വലിയ പിരിയൻ മുളക് അത് എടുത്തിട്ടേ ഈ കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 10-20 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഏറെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരുവിധം ഒരു മീഡിയം സൈസ്, ഒരു വലിയ പീസ് ഇഞ്ചി. അപ്പം ഈ എടുക്കുന്ന മസാലകളുടെ എല്ലാത്തിൻ്റെയും കണക്ക് ഒരു 1/2 കിലോ തൊട്ട് ഒരു 750 ഗ്രാം വരെയുള്ള ചിക്കൻ്റെ അളവാണ് ഞാൻ ഈ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഒരു അറൗണ്ട് ഒരു 700 ഗ്രാം ചിക്കൻ കാണും. അപ്പം ഒരു 1/4 കിലോ തൊട്ട് 1/2 കിലോ തൊട്ട് ഒരു 1/4 കിലോ വിലയുള്ള ചിക്കന് ഇത്രയും മസാലകൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-20 വെളുത്തുള്ളി. ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഒരുപാട് പുളിയൊക്കെ ഇഷ്ടമാണ് വിനെഗറിൻ്റെ എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. വിനെഗർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഉണ്ടാക്കി വരുന്ന സമയത്ത് ആ സമയത്തും ആഡ് ചെയ്യാം, ഇപ്പോൾ വേണേലും ആഡ് ചെയ്യാം. രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് ആഡ് ചെയ്താൽ മതി. അല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്യുക, ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്. ഒരു 2-3 സ്പൂൺ വെള്ളമൊന്ന് ആഡ് ചെയ്യുക. ഇനി ഇത് നല്ലതുപോലെ ഒരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിവിടെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പേസ്റ്റായിട്ട്. ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഒരു 1 ടീസ്പൂൺ കടുക് കൂടെ ആഡ് ചെയ്യണം. അത് മസ്റ്റർഡ് സീഡ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ചിക്കൻ വിന്താലു ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ
ആദ്യമേ ആഡ് ചെയ്യാഞ്ഞത് നമ്മളിത് അരയ്ക്കുമ്പം ഒരുപാട് അരഞ്ഞു പോകുമ്പം ഇത് ഒരല്പം കഴിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആണ്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പ് വരാറില്ലേ, ഒരു പുളിപ്പും കയ്പ്പും ഒക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ മസാലകളെല്ലാം ആഡ് ചെയ്തില്ലേ, പെരിഞ്ചീരകം അതുമൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിത് പൊടിച്ചെടുക്കാം. ഞാനിത് ഒന്നുകൂടെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കടുക് നമുക്ക് ഒരുവിധം ഒന്ന് അരഞ്ഞുകൂടെ കിട്ടും. ഞാനിവിടെ ഒരു നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കും. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, മസാല അരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെക്കുക, ബേസ് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം. അതിലോട്ട് എണ്ണ ചൂടായി കിടക്കുകയാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ. ഒരു എണ്ണ ഇച്ചിരി നല്ലതുപോലെ ഇരുന്നോട്ടെ. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണേലും മതി. ഒരു മീഡിയം സൈസ് 2 സവാള വളരെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞത്. സോട്ടേ ചെയ്യുക. ഒരല്പം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി. ഒരു 1-2 ഗ്രീൻ ചില്ലി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഇതിന് നമ്മൾ കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യത്തില്ല. 3 to 4 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. നമ്മളുടെ സവാള ഇവിടെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട ഓവറായിട്ട്. അപ്പം നല്ല ലൈറ്റ് ബ്രൗൺ കളറായി, കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്നത് നമ്മളുടെ അരപ്പങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് നല്ല കളറാണ്. അപ്പോൾ കശ്മീരി ചില്ലിയുടെ കളറാണ്. എരിവും പുളിയും ചെറിയ മധുരവും ഒക്കെയുള്ളൊരു കറിയാണ്. അപ്പം എരിവ് ഒരുപാട് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് അല്പം എരിവുള്ള മുളക് പൊടിയോ ഒരു 4-5 എരിവുള്ള മുളകോ ചേർക്കാവുന്നതാണ്. നല്ല കളറായിരിക്കും ഇത്. ഇത് ശരിക്കൊന്ന് വഴട്ടിയെടുക്കണം നല്ലതുപോലെ, അല്ലെങ്കിൽ ആ പച്ചമണം മാറില്ല. അപ്പോൾ ഒരു 4 to 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് അടിക്ക് പിടിക്കും, ഇതിനകത്ത് ഉലുവയും ഒക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 to 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി. അപ്പോൾ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. സൈഡിൽ നിന്ന് എണ്ണ വിട്ട് വരുന്നു, കണ്ടില്ലേ? അപ്പോൾ ആ ഒരു പരുവമാകണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത മീഡിയം സൈസിലുള്ള 2 ടൊമാറ്റോ ആഡ് ചെയ്യുക. മിക്സ് ചെയ്യുക. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണമൊക്കെ ആണെങ്കിലും മതി, വലിയ ടൊമാറ്റോ. അല്ലെങ്കിൽ കാരണം നമ്മൾ വിനെഗറൊക്കെ ചേർക്കുന്നത് ഒരു ചെറിയ പുളിപ്പ് കാണും ഓൾറെഡി. ചെറിയ ഒരു മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 2 ടൊമാറ്റോ ആഡ് ചെയ്യുക. അല്പം ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട്, ഒരു നുള്ളുപ്പ് കൂടെ, ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യരുത്. ഇത് അടിക്ക് പിടിക്കുന്നു തോന്നുവാണെങ്കിൽ ചൂടാക്കി തിളച്ച വെള്ളം ഒരല്പം സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 1-2 സ്പൂൺ വെള്ളം. അപ്പോൾ അടിക്ക് പിടിക്കാതെ നമുക്ക് അതിങ്ങനെ ഒന്ന് എടുക്കാൻ പറ്റും. പാത്രത്തിലങ്ങനെ നോൺ സ്റ്റിക്കിലാണെങ്കിൽ പിടിക്കില്ല, അല്ലാത്ത പാത്രം അങ്ങനെ പിടിക്കുവാണെന്ന് തോന്നുവാണെങ്കിൽ ഇത് ഒരു 2 to 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ടൊമാറ്റോ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്, മസാല നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 750 ഗ്രാമോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കിലോ തൊട്ട് 750 ഗ്രാം വരെയുള്ള ചിക്കന് ഈ മസാലയൊക്കെ മതി. ഒരു 1 kg വരെയുള്ള ചിക്കന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 kg ഒക്കെ ഉണ്ടെങ്കിൽ ടൊമാറ്റോയും സവാളയും ഒരല്പം കൂട്ടിക്കൊള്ളും, ബാക്കി മസാലയൊക്കെ അത് ധാരാളമാകും. അപ്പം മസാല നല്ലപോലെ വഴണ്ടു. ഇനി ചിക്കൻ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ചിക്കനിൽ വെള്ളം ആഡ് ചെയ്യരുത്. ലോ ഫ്ലെയിമിലേക്ക് നമുക്കൊരു 6 to 7 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അഥവാ അടിക്ക് പിടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം തിളച്ച ചൂടുവെള്ളം ഒന്ന് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഇവിടെ നല്ല റെഡ് കളറിൽ സൈഡിൽ നിന്ന് എണ്ണയെല്ലാം വിട്ട് മസാലയൊക്കെ വിട്ട് നല്ലതുപോലെ
മസാലയെല്ലാം ഒന്ന് അതിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുവിധം ചിക്കൻ ഒരു 6-7 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു. നല്ല ഒരു കട്ടിക്ക് ഇതിൽ വന്നു. 2-3 പൊട്ടറ്റോ, ചെറിയ പൊട്ടറ്റോ ഒരു 1-2 എണ്ണം ആഡ് ചെയ്യും. ഇത് ഓപ്ഷണലാണ് പൊട്ടറ്റോ ആഡ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ആഡ് ചെയ്യാറില്ല, പക്ഷേ ചിലർ ആഡ് ചെയ്യാറുണ്ട്. ചിക്കൻ വിന്താലു എന്ന് പറയുമ്പോൾ പൊട്ടറ്റോ ആഡ് ചെയ്യുന്ന കറിയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ല പൊട്ടറ്റോ ആഡ് ചെയ്തത്. പക്ഷേ ഈ കറിയിൽ പൊട്ടറ്റോ ആഡ് ചെയ്യാറുണ്ട് ചിലർ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. പൊട്ടറ്റോ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ചിലരൊക്കെ മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഞാനൊരല്പം പൊട്ടറ്റോ ആഡ് ചെയ്തു. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട്. അത് ആഡ് ചെയ്തില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പൊട്ടറ്റോ ആഡ് ചെയ്യുന്നത് കൊണ്ടല്ല ചിക്കൻ വിന്താലു എന്ന് പേര് വന്നത് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു ശകല ഉപ്പ്, ഒരുപാട് വേണ്ട, കുറച്ചുപ്പ്. 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. ഇതിൽ മാക്സിമം എല്ലാവരും ഒറിജിനൽ റെസിപ്പിയിൽ ആഡ് ചെയ്യുന്നത് ചെറിയ ഒരു കഷ്ണം ശർക്കരയാണ്. അപ്പം നമ്മൾ ശർക്കര ആഡ് ചെയ്യുന്നില്ല, പകരം 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ ആ ചെറിയ ഒരു മധുരവും വിനെഗറിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പും മസാലയുടെ ചെറിയ ഒരു എരിവും ഇതെല്ലാം കൂടെയാണ് ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യാലിറ്റി. ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ആവശ്യമുള്ളത് കുറച്ച് ആഡ് ചെയ്യുക. ഒരുപാട് വെള്ളം ആഡ് ചെയ്യില്ല. 1½ കപ്പ് വെള്ളം ആഡ് ചെയ്തു. ഒരുപാട് വെള്ളം വേണ്ട. തിക്ക് ഗ്രേവിയാണ് ഇതിൻ്റെ. (15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാവ്, അതിൻ്റെ കളറൊക്കെ ഭയങ്കര ഡിലീഷ്യസ് ആണ്. കളറ് കാണാനൊക്കെ. ഇപ്പം ഞാൻ ഈ ഒരു ഗ്രേവിയിൽ വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയോ ചോറോ ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഗ്രേവി ആവശ്യമില്ല. അപ്പം ഈ ഒരു ഗ്രേവിയിൽ വാങ്ങാം. ചിക്കൻ വിന്താലു നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാവാം ഗ്രേവി. നല്ല തിക്ക് ഗ്രേവിയിലാണ് ഇത് ഇരിക്കുന്നത്. ഞാനിപ്പോൾ 1 സ്പൂൺ വിനെഗറാണ്, 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് നമ്മളതിൻ്റെ അരപ്പൊക്കെ അരച്ചെടുത്തപ്പം പൊടിച്ചെടുത്തപ്പം കൂടെ ചേർത്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാതെ നമ്മൾ ഈ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതിലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങാം. അതായത് നമ്മുടെ ഈ ലാസ്റ്റ് സ്റ്റേജില്ലേ കുക്കിങ്ങിൻ്റെ, വാങ്ങുന്നതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ കൂടെ അല്ലെ 2 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യുക. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്, ചിക്കൻ വിന്താലു. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാണാൻ തന്നെ ആ കളർ ഉണ്ടല്ലോ, ഭയങ്കര ഡാർക്ക് റെഡ് കളറിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരല്പം കട്ട് ചെയ്ത് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ അടിപൊളി ചിക്കൻ വിന്താലു ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, 2 കാര്യം ഞാൻ എഗെയിൻ എടുത്തു പറയുന്നു. പൊട്ടറ്റോ ഇടുന്നത് ഓപ്ഷണലാണ്, ചിലരിടാറുണ്ട്. കുട്ടികൾക്കൊക്കെ പൊട്ടറ്റോ ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് പൊട്ടറ്റോ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സ്പൈസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്പൈസ് ആവശ്യത്തിന് ആഡ് ചെയ്തു, നമ്മൾ കഴിക്കുന്ന അത്ര. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിക്ക് ഗ്രേവിയാണ്. നമ്മളുടെ മസാലകളൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യാതെയാണ് പൊടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെ ചിക്കൻ വിന്താലു ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ഗാർണിഷ് ചെയ്യാം നമുക്ക് ഫ്രഷ് കൊറിയൻഡർ ലീവ് വെച്ചിട്ട്. ഇതൊരു നമ്മളുടെ ഗോവൻ റെസിപ്പിയാണ്. ആക്ച്വലി അവരൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര സ്പൈസ് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എത്ര സ്പൈസ് ആഡ് ചെയ്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തി, നാന്, ബട്ടർ നാന്, വൈറ്റ് റൈസ് എന്ത് വേണേലും കഴിക്കാം. Okay friends, hope everyone likes today's very tasty, delicious restaurant style typical authentic chicken vindaloo. Thank you so much for watching. Keep watching, keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon too to get the notifications. Thank you. Eat healthy, stay healthy. Thank you.